എൻ്റെ പേര് റോണി എന്നാണ്. ഞാനിപ്പോൾ കാനഡയിൽ താമസിക്കുന്നു. പലതവണയായി ഞാൻ മിസ്റ്റർ മാത്യുവിനെ വിളിച്ച് സംസാരിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെട്ടു, പക്ഷേ എനിക്കിപ്പോഴാണ് അവസരം കിട്ടിയത്. But I just want to appreciate what you're doing, and I believe God is sifting the wheat from the chaff through your ministry. ഞാൻ കാനഡയിൽ വന്നിട്ട് ഇപ്പം ഏകദേശം 20 years ആയി. ഞാൻ വന്ന സമയം ഇപ്പോൾ തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുവാണെങ്കിൽ നമ്മുടെ നാട് കേരളം ഒത്തിരി അങ്ങ് അധപ്പതിച്ചു പോയി. മനുഷ്യരെല്ലാവർക്കും പണം മാത്രം മതി. ഇപ്പോൾ ഏത് ചതിയും വഞ്ചനയിലും കൂടെ കുറേ വെട്ടിപ്പിടിച്ച് സുഖലോലുപരായി എല്ലാവർക്കും ജീവിക്കണം. അതിനേതറ്റം വരെയും ഇവർ പോകുമെന്നുള്ളതാണ് ഈ ഫോൾസ് ടീച്ചേഴ്സ് പ്രീച്ചേഴ്സിൽ കൂടെ നമ്മൾ കാണുന്നത്. About 99% of the people who go after these fake preachers never know God, neither are they saved. ഈ മൊണ്ണ വിശ്വാസികളുടെ ഇമോഷൻസിനെ, അവരുടെ നീഡ്സ്, അവരുടെ പോവർട്ടിയെ ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവരുടെ ചിന്ത. യഥാർത്ഥമായി വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾക്ക് ദൈവം മാത്രം മതി. അവർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ധാരാളമായി കാണും. എന്നിരുന്നാലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ അവർ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരും അത് ചെയ്യുന്നവരുമായിരിക്കും. എന്നാൽ ദൈവത്താൽ മാനസാന്തരമോ രക്ഷയോ നേടാത്ത പന്നിക്കൂട്ടങ്ങളെല്ലാം ഈ കള്ളന്മാരുടെ പുറകെ മാത്രമേ പോകൂ. കാരണം അവർ ദൈവത്തെ വിളിക്കുന്നത് നമ്മളതിൻ്റെ ആഴങ്ങളിൽ കടന്നു എന്നാൽ the reason why they call upon God is because അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണം. അങ്ങനെയുള്ളവരുടെ ദൈവം അവസാന നാളിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മത്തായി 7:21 ഒക്കെ നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ കർത്താവിനോട് വന്ന് പറയും, കർത്താവെ, ഞാൻ പ്രവചിച്ചു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ പല അത്ഭുത പ്രവർത്തികളും ചെയ്തു എന്നൊക്കെ അവർ പറയും. This is what we exactly see today, Mr. Matthew. ഈ അന്ത്യക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് ഇപ്പോൾ ഈ പ്രവാചകന്മാരുടെയും ഈ അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെയും ഉള്ളിൽ അത് ഭയങ്കരമായി വ്യാപരിച്ച് നടക്കുകയാണ്. അപ്പോൾ അവരെന്താ ഇപ്പം ചെയ്യുന്നത്? പ്രോഫസി, കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ് ആൻഡ് മെനി സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ഈ 3 കാര്യങ്ങളാണ് അവർ മേജറായിട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പം അന്ത്യക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് ഈ കള്ളപ്രവാചകന്മാരിൽ കൂടി ചെയ്യുന്ന ഈ 3 കാര്യങ്ങളാണ്. അതിനെ നോക്കിക്കൊണ്ടാണ് ജനം നടക്കുന്നത്. അവർക്ക് ഈ ജനത്തിന് അത് മാത്രം മതി. ഇങ്ങനെ പ്രവചിക്കുന്നവരും ഭൂതങ്ങളെ പുറത്താക്കുന്നവരും അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നവരെ മാത്രം മതി. അപ്പം അവരെ പറ്റിയാണ് കർത്താവ് വന്ന് പറയുന്നത്, ഐ നെവർ ന്യൂ യു, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് അവരോട് കർത്താവ് അന്ത്യനാളിൽ പറയുന്നത്. It's a sad state of affairs to see how these people are being deceived. 2 തിമോത്തി 4:3 പറയുന്നു, അവർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെയും കെട്ടുകഥ കേൾപ്പാൻ തിരക്കുകയും ചെയ്യുന്ന കാലം വരും. So that's exactly what's happening today. These people with itching ears, they want to heap up to themselves these fake prophets, fake preachers, these fake apostles, and they want to hear what they want to hear. അല്ലേ? അവർക്ക് കേൾക്കേണ്ടത് മാത്രം അവർക്ക് കേൾക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നും ദൈവം നിന്നെ ഉയർത്തുമെന്നും നിന്റെ ഡേ ഇന്നത്തെ ഡേ ആണ്, ദൈവത്തിൻ്റെ വായാണ് നിന്റെ വായെന്നും ഇങ്ങനെ കുറേ ന്യൂ ഏജ് ആയിട്ടുള്ള ടീച്ചിങ്സും ഒക്കെ ചേർച്ചിൽ അങ്ങ് ഒത്തിരി ക്രീപ്പ് ചെയ്തു പോയി. So when you look at 2 Timothy 3:13, it says ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ടും മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നും വരും. Isn't that true? This Tinu George and like Tangu and all these perverts, I should call them perverts because they are really perverts. They are deceiving these people and they are themselves being deceived. And that's the real fact of the matter. And I don't know if they really know that they are deceived. But they are really getting deceived. It's a judgment of God upon them, the fact that they are deceived. In Philippians 3, Paul talks about how false teachers and those who follow them, their minds are set on earthly things.
Isn't that true? I mean, ഈ രക്ഷിക്കപ്പെടാത്ത, ഈ മാനസാന്തരപ്പെടാത്ത ഈ മനുഷ്യരെല്ലാവരും, ഈ പന്നിക്കൂട്ടങ്ങളെല്ലാം അവരെന്താണ് അവർ ആഗ്രഹിക്കുന്നത്? earthly things ആണ് അവർ ആഗ്രഹിക്കുന്നത്. They are not setting their minds on heavenly things. അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല, ദൈവത്തിൻ്റെ ബെനിഫിറ്റ്സിനെ അന്വേഷിക്കുന്നവരാണ് അവർ. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിൻ്റെ ഒരു കാര്യവും അവർക്ക് വേണ്ട. ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കാനോ, ദൈവത്തിൻ്റെ ഇച്ഛ ചെയ്യുവാനോ, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് എങ്ങനെയും അവരെ അനുഗ്രഹം പ്രാപിക്കണം, കുറേ പണം ഉണ്ടാക്കണം, അവരുടെ ഹെൽത്ത് ശരിയാകണം. ഇതിന് മാത്രമാണ് അവർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. എന്നിട്ട് പോകുന്ന ആരുടെ അടുക്കല? ഈ ഫോൾസ് പ്രീച്ചേഴ്സ്, ഫോൾസ് പ്രോഫറ്റ്സ് അടുക്കലാണ് പോകുന്നത്. And Mr. Matthew, I really appreciate what you're doing, because you're naming out these false teachers, you're naming out these false perverts, and you should keep doing that, because the apostles did that in the Bible. When you look at the Bible, when you look at the epistles, the apostles did the same thing. Even Paul the apostle, Jude, they all named names of false teachers and false prophets, and you should keep doing that, Mr. Sunil. It's a very good deed that you're doing. We hear the news. നമ്മൾ ഒത്തിരി ന്യൂസ് കേൾക്കാറുണ്ട്. Kerala is so educated and all that. Kerala might be educated, but അവർക്ക് വിവരമില്ല, അവർക്ക് wisdom ഇല്ല. Bible says that the fear of the Lord is the beginning of wisdom. ഈ ജനങ്ങളൊന്നും ദൈവത്തെ അറിഞ്ഞിട്ടുമില്ല, അവർക്ക് ദൈവഭയവുമില്ല. കാരണം ഇതൊറ്റ ഒരെണ്ണം പോലും വചനത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, മിസ്റ്റർ മാത്യു. ദിസ് ഇസ് ദ മെയിൻ പ്രോബ്ലം. അവർ ഈ പെന്തക്കോസ്റ്റിലെ ഈ പാസ്റ്റേഴ്സിനെ ദൈവമായിട്ട് ആക്കി വെച്ചേക്കാണ്. അവരെന്തു പറയുന്നു അതാണ് ഇവർ കേൾക്കുന്നത്. എന്നാൽ ഇവർ സമയമെടുത്ത് ബൈബിൾ വായിക്കുകയോ അത് മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കുകയോ അതൊന്നും ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള സംഗതി. ഇവരോട് ഇപ്പം ദൈവത്തെ പറ്റി തെറ്റ് പറഞ്ഞാലൊന്നും ഇവർക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ അന്യഭാഷയില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ലൈക്ക് they will be totally different. They will be so indifferent against you. അന്യഭാഷയാണ് ഇവരുടെ ദൈവം, അല്ലെങ്കിൽ സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ദൈവങ്ങൾ. ഇമോഷണലിസം, ആ ഒരു ഇമോഷൻസിൽ, ആ പാട്ടുകളിലും ആ ഇമോഷൻസിലും അങ്ങ് സ്വേ ആയി പോവുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ള കാര്യം. ടങ്സ് എന്നുള്ള സംഗതി, ഇറ്റ്സ് ഓൺലി മെൻഷൻ ഇൻ 1 Corinthians and Acts. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും 1 കൊരിന്ത്യരുടെ പുസ്തകത്തിലും മാത്രമേ ഈ അന്യഭാഷയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. Peter, James, John, Jude never mentions about this gift in the Bible. അല്ലേ? എന്നിട്ട് about 400 AD നോക്കുവാണെങ്കിൽ early church fathers like Chrysostom, Origen, Augustine, they affirmed the cessation of tongues. I mean, tongues actually ആ അന്യഭാഷ എന്നുള്ള ആ കാര്യം, ആ ഒരു ഗിഫ്റ്റ്, ഇറ്റ് വാസ് ആക്ച്വലി ടേപ്പറിങ് ഓഫ്. അത് ആദ്യത്തെ ഏർലി ചേർച്ചിൽ എന്തിനായിരുന്നു അന്യഭാഷ കൊടുത്തിരുന്നത്? ആ ചേർച്ച് യഹൂദന്മാർ, പല ദേശങ്ങളിൽ വന്ന യഹൂദന്മാർ അന്ന് മാളിക മുറിയിൽ വെച്ച് സംസാരിച്ച അന്യഭാഷ, ഒറിജിനൽ ലാംഗ്വേജസ് ആയിരുന്നു അത്. ഐ മീൻ, ഇന്ന് പറയുന്ന പോലെ ബബ്ബ അല്ല, അത് അന്ന് ഒറിജിനൽ ലാംഗ്വേജസ് ആയിരുന്നു. ആ ലാംഗ്വേജസ് അവർ കേട്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് അവർ കേട്ടു. എന്നിട്ട് ഈ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന യഹൂദന്മാർ അവരവിടെ വെച്ച് തന്നെ രക്ഷ പ്രാപിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് തന്നെ, അവരുടെ സ്ഥലങ്ങളിലേക്ക് തന്നെ പോയി അവരെന്നിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിപ്പിച്ച് ഈ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്തത്. സോ അന്യഭാഷ വാസ് വെരി മച്ച് നീഡഡ് അറ്റ് ദ ടൈം ഓഫ് ദി ഏർലി ചർച്ച് ടു സ്പ്രെഡ് ദ ഗോസ്പൽ. ഐ മീൻ, ഇന്ന് നമുക്ക് വചനമുണ്ട്, ഇന്ന് നമുക്ക് ബൈബിളുണ്ട്. സോ അന്യഭാഷയുടെ ആവശ്യം ഇന്നില്ല. ദൈവം ആവശ്യമുള്ളത് മാത്രമേ നമുക്ക് തരികയുള്ളൂ. ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള കാര്യം ദൈവത്തിന് തരേണ്ട ആവശ്യമില്ല. So this is the major thing here. So അന്യഭാഷ അന്ന് വേണമായിരുന്നു, because the church had to be established, and signs and wonders, അന്യഭാഷ, ഇതൊക്കെ അന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ദൈവത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഐ എം എ പ്രാക്ടിക്കൽ സെസേഷനിസ്റ്റ് ഇൻ ദ സെൻസ്, ലൈക്ക്
ദൈവത്തിന് അത് ഇന്ന് ചെയ്യാൻ കഴിയും. അതിൻ്റെ ആവശ്യം ദൈവം കണ്ടാൽ, ഫോർ എക്സാമ്പിൾ ഒരു ജംഗിളിലോ ഒരു കുറ്റിക്കാട്ടിലോ വല്ലതും ഒരു മിഷണറിക്ക് ഫോർ എക്സാമ്പിൾ ഒരു ലാംഗ്വേജ് അറിയത്തില്ല എങ്കിൽ ദൈവം ക്യാൻ സൂപ്പർ നാച്ചുറലി എൻഡോ ദാറ്റ് മാൻ വിത്ത് that kind of a gift and have him speak in tongues. It's possible. But നമ്മൾ ഈ സാധാരണ ചേർച്ചസിൽ കാണുന്ന പോലെ ബബ എന്നുള്ളതല്ല, അന്യഭാഷ അല്ലത്. It's not an original language. അന്യഭാഷ used to be an original language. അപ്പം അറൗണ്ട് 400s മുതൽ അറൗണ്ട് 1700s വരെ ഈ അന്യഭാഷയെ പറ്റി ചേർച്ചിലുള്ള ആൾക്കാരൊന്നും അധികം ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. എന്നാൽ 1700s കോമിസാർഡ്സ് എന്ന് പറഞ്ഞൊരു മിലിറ്റന്റ് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് വന്നു. അവർ ഈ സയൻസും ഈ അന്യഭാഷയൊക്കെ അവർ പിന്നെ തുടങ്ങി. പിന്നെ ഷെയ്ക്കേഴ്സായി, പിന്നെ മോർമൻസ്, ഇവരെല്ലാം അന്യഭാഷയെ പറയുന്നുണ്ട്. ഇന്നത്തെ ഇത് കൾട്ട്സ് മുഴുവൻ അന്യഭാഷകളിൽ പറയുന്നുണ്ട്. ഹിന്ദുക്കൾ അന്യഭാഷയെ പറയുന്നുണ്ട്. വൂഡു ചെയ്യുന്നവർ, ഷെയ്മനിസം ചെയ്യുന്നവർ, ഇവരെല്ലാം അന്യഭാഷയെ പറയുന്നവരാണ്. എന്നാൽ ഇന്നത്തെ ചേർച്ചസ് പറയുന്ന പോലത്തെ അന്യഭാഷ ഈ റെഗുലർ ലാംഗ്വേജസ് അല്ല. ഇറ്റ്സ് നോട്ട് the normal languages that the church in the 1st century AD used to speak. The Anyabhasha today, the tongues that they speak today is just the tongues that the shamans and the voodoo practicing people, Satanists, they all speak such kind of a nonsensical language. പിന്നെ ഇത് കൂടുതൽ ഇതായത് 1800s അത് കൂടുതലും അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ജോൺ അലക്സാണ്ടർ ഡോവി, ലൈക്ക് ഫ്രാങ്ക് സാൻഡിഫേർഡ്, ജോൺ ജി ലേക്ക്, സ്മിത്ത് വിഗിൾസ്വർത്ത്, വില്യം ബ്രാൻഹാം, ചാൾസ് പെർഹാം, ഇവരിൽ കൂടെയൊക്കെയാണ് പിന്നെ അന്യഭാഷ എന്നുള്ള ആ സയൻസ് ആൻഡ് വണ്ടേഴ്സും ഇങ്ങനത്തെ ഒരു പ്രക്രിയകളെല്ലാം പിന്നെയും അത് പടർന്നു വന്നത്. പിന്നെ അസൂസ സ്ട്രീറ്റ് റിവൈവൽ 1906 അസൂസ സ്ട്രീറ്റ് റിവൈവൽ, കരിസ്മാറ്റിക് മൂവ്മെന്റ് 1960s പിന്നെ തേർഡ് വേവ്, പീറ്റർ വാഗ്നറിന്റെ തേർഡ് വേവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ ഇത് ഒത്തിരി അങ്ങ് കൂടി. ഇവരുടെയൊക്കെ ഡിസൈപ്പിൾസ് ആണ് പിന്നെ മിഷണറിമാരായിട്ട്, പെന്റിക്കോസ്റ്റൽ മിഷണറിമാരായിട്ട് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലും ഇത് പ്രചരിക്കാൻ തുടങ്ങിയതും അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇത് വചനപ്രകാരമുള്ള കാര്യമേ അല്ല ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അന്യഭാഷ ഉണ്ടായിരുന്നു, വചനപ്രകാരമുള്ള അന്യഭാഷ ഉണ്ടായിരുന്നു, അത് വേറെ. പക്ഷെ ഇന്ന് നടക്കുന്നത് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇന്ന് നടക്കുന്ന അന്യഭാഷയെ അല്ലത്. പിന്നെ സയൻസ് ആൻഡ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞ് കളിപ്പീരെല്ലാം കാണിക്കുന്നത് സാത്താൻ്റെ ട്രിക്സ് ആണ്. ദിസ് ഇസ് നോട്ട് ദ റിയൽ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ദാറ്റ് ദ അപ്പോസ്റ്റൽസ് യൂസ്ഡ് ടു ഡു. അല്ലെങ്കിൽ കർത്താവ് ചെയ്ത പോലുള്ള സയൻസ് ആൻഡ് വണ്ടേഴ്സ് അല്ല ഇന്ന് കാണുന്നത്. When the Antichrist is going to come again come into this world, he's going to bring all these kind of ഇതെല്ലാം അന്ത്യക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാസിനെ ഒരുക്കുകയാണ് പിശാച് ഇപ്പോൾ തന്നെ. ഈ ഫോൾസ് പ്രോഫറ്റ്സിൽ കൂടെയും ഈ ഫോൾസ് ടീച്ചേഴ്സിൽ കൂടെയും ഒരു സമൂഹത്തെ തന്നെ സാത്താൻ സൃഷ്ടിച്ചെടുക്കുകയാണ്. കാരണം ഈ ഇന്ന് കാണിക്കുന്ന ഈ വേണ്ടാത്തരങ്ങൾ, ഈ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഇന്ന് ഫേക്ക് ആയിരിക്കും. പക്ഷെ അന്ന് അന്ത്യക്രിസ്തു വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ട്രൂ ആയിട്ട് തോന്നും. അപ്പം അങ്ങനെ ഒരു മാസിനെ, അങ്ങനെ ഒരു ഹ്യൂമാനിറ്റിയെ സാത്താൻ ഇപ്പം വാർത്തെടുക്കുകയാണ്. കാരണം അന്ത്യക്രിസ്തു വരുമ്പോൾ അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു വലിയൊരു ഹ്യൂമാനിറ്റിയെ സാത്താൻ ഈ ഫോൾസ് പ്രീച്ചേഴ്സിൽ കൂടി, ഫോൾസ് പ്രോഫിറ്റ്സിൽ കൂടി അവർ വാർത്തെടുക്കുക ചെയ്യുന്നത്. Sadly, a lot of people are going after all these things, and I'm so concerned about the aspect of the church today. ഒത്തിരി ഒത്തിരി അങ്ങ് ഈ പൈശാചികമായ പലതും ഈ ചേർച്ചിൽ ക്രീപ്പ് ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ വളരെ അത് പ്രബലമായിട്ട് വരികയാണ്. So Mr. Matthew, I just want to appreciate you one more time as to what you're doing. Keep doing what you're doing. May the Lord be with you. May the Lord bless you and guide you and make his face to shine upon you. May the Lord show his countenance upon you and give you his peace. And keep doing, please, what you're doing. This is a great work. This is a this is a ministry work of discernment. And I pray that you will continue doing it. Our prayers are always with you. As the Lord reminds us, we are praying for you. Please keep doing this. ഇങ്ങനെ കള്ളന്മാരെ എല്ലാം പുറത്തു കൊണ്ടുവരണം. Name the people, name them and bring them out so that the people, അവർക്ക് എങ്ങനെയും ബോധം വരട്ടെ, മനുഷ്യർക്ക് എങ്ങനെയും ബോധം വരട്ടെ, മൊണ്ണ വിശ്വാസികൾക്ക്
പ്രാവും കൂട്ടങ്ങളുണ്ട്, പന്നിക്കൂട്ടങ്ങളുണ്ട്. 2 ടൈപ്പ് ക്രിസ്ത്യൻസ് ഉണ്ട്. പന്നിക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസേ അല്ല. ദേ ആർ സ്റ്റിൽ കാർണൽ, ദേ ആർ സ്റ്റിൽ earthly. എന്നാൽ പ്രാവും കൂട്ടങ്ങളല്ല, അങ്ങനല്ല. They cannot land their feet on anything that's dirty, So they are always in the presence of God. They look upon God. They look upon they look upon God and they want to do the will of God. പക്ഷെ പന്നിക്കൂട്ടങ്ങളല്ല, അതല്ല. അവർ എത്ര കുളിപ്പിച്ചാലും അവർ പിന്നെയും ആ മാലിന്യത്തിലേക്ക് പോകുവാനാണ് അവരുടെ their push is always like that. Anyway, Mr. Matthew, thank you for your time, and I pray that God will bless you continually and keep doing what you're doing. Take care. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.